ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയ കേസിൽ കേരളത്തിലെ 3 നടന്മാരുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടക്കുകയാണ്. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ, കാർ ഷോറൂമുകളിൽ ഒക്കെയായി രാജ്യവ്യാപകമായി 47 ഇടങ്ങളിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. പൃഥ്വിരാജിന്റെ വീട്ടിൽ, ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നൊക്കെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തും. നമുക്കിപ്പോൾ കൊച്ചിയിലേക്ക് പോകാം. അവിടെ നിന്ന് അലി അക്ബർ ഷായും SS ശരൺ നമുക്ക് പോകുന്നുണ്ട്. അലി അക്ബർ ഷാ, ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോൾ വാഹനം കിടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വാഹനമില്ല. അപ്പോൾ ഉള്ള വാഹനം പിടിച്ചെടുക്കാനായിട്ടായിരിക്കുമോ ഇനി അടുത്ത നീക്കം? സുജ, തീർച്ചയായും ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പട്ടികയിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും കണ്ടെത്താൻ ഈ പരിശോധനകളിൽ സാധിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഈ വ്യക്തികൾക്ക്, ഈ സിനിമാ നടന്മാർക്കും അതുപോലെ ഈ ബിസിനസ്സുകാർക്കും എല്ലാം സാധിക്കുകയാണെങ്കിൽ മാത്രം ഈ വാഹനങ്ങൾ തിരികെ നൽകും. ഇല്ല എങ്കിൽ ഇവർ കൂടി ഇതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടി സ്വാഭാവികമായും നേരിടേണ്ടി വരും. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിൻ്റെ തേവരയിലുള്ള വീട്ടിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ദുൽഖറിന്റെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വൈറ്റിലിയിലെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ഈ പറഞ്ഞതുപോലെ തേവരയിലെ പൃഥ്വിരാജിന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയത്. പൃഥ്വിരാജ് കുടുംബസമേതം താമസിക്കുന്ന വീടാണ് അവിടെ ഉള്ളത്. മറ്റൊരു ഫ്ളാറ്റും പൃഥ്വിരാജിന് കൊച്ചിയിൽ തന്നെയുണ്ട്. ഇവിടങ്ങളിലൊന്നും ഈ വാഹനം ഇല്ല. ഇത് എവിടെയാണ്, ഇത് മറ്റെവിടെയെങ്കിലും ഷൂട്ടിലാണോ അല്ലെങ്കിൽ ഇത് യാത്രയിലാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ആ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ വാഹനം ഉള്ളത് പട്ടികയിലുള്ള ഈ ലിസ്റ്റിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിലുള്ള വാഹനങ്ങളിൽ ഒന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ദുൽഖറിന്റെ പക്കലാണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോൾ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.